സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തപ്പിള്ളിൽ. ഇന്ന് 2026 ജൂലൈ 1 ബുധനാഴ്ച. ഈ ഒരാഴ്ച മുമ്പ് പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയെ നമുക്ക് ആദ്യമൊന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ന്യൂഡൽഹിയിൽ നിന്നാണ് ഈ വാർത്ത. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ 8 ജീവനക്കാർ അറസ്റ്റിലായതിനു പിന്നാലെ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ട്രസ്റ്റി അനിൽ മിശ്രയും രാജി നൽകി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രാജ്യാന്തര ഉപാധ്യക്ഷനാണ് ചമ്പത് റായ്. രാജ്യാന്തര ഉപാധ്യക്ഷൻ, ശ്രദ്ധിക്കണം. അറസ്റ്റിലായവരിൽ ചമ്പത് റായിയുടെ വിശ്വസ്തനും മുൻ ഡ്രൈവറുമായ രാംശങ്കർ യാദവും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ഭണ്ഡാരങ്ങളുടെ താക്കോലുകൾ ഈ സായി, അതായത് ഡ്രൈവറുടെ കയ്യിൽ നിന്നും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിടിച്ചെടുത്തിട്ടുമുണ്ട് എന്ന് പത്രങ്ങൾ പറയുന്നു. ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നും സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ്, പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹിന്ദുമതത്തിൻ്റെ സ്വയം പ്രഖ്യാപിത സംരക്ഷകർ തുറന്നു കാട്ടപ്പെട്ടുവെന്നും ഭക്തരുടെ വികാരത്തെ BJP പരിഹസിക്കുകയാണെന്നും അവർ തുടർന്നു. കൊള്ളയിൽ പങ്കുള്ള ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. കുടുംബാംഗങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരങ്ങൾ തേടി SIT ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയും ശേഖരിച്ചു. തിങ്കളാഴ്ച ഈ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോൾ, അതായത് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ മിനിയാന്നായിരുന്നു, കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകുമെന്നാണ് സൂചന. അങ്ങനെ അപേക്ഷ നൽകിയോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. സംഭാവനയായി ലഭിച്ച പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എണ്ണുന്നതിനും സൂക്ഷിക്കുന്നതിനും ചുമതലയുള്ളവരാണ് അറസ്റ്റിലായവർ. ഇതുവരെ ഏകദേശം 80 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സനാതനധർമ്മത്തിൻ്റെ പേരിൽ കച്ചവടമെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. BJP സനാതനധർമ്മത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തുകയാണെന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചത്. BJPയുടെ നിഘണ്ടുവിൽ മതത്തിനോ ലജ്ജക്കോ സ്ഥാനമില്ലെന്നും അവർ നേഷൻ ഫസ്റ്റ് അല്ല, അതായത് ഇന്ത്യ ഫസ്റ്റ് അല്ല, ഡൊണേഷൻ ഫസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അടപടലം കുഴഞ്ഞു വീഴുന്നതിന് പശ്ചാത്തല സംഗീതമൊരുക്കിയ വലതുപക്ഷ പ്രോത്സാഹന ഗാനത്തിന് വിശ്രമിക്കാൻ സമയമായില്ലെന്ന് തോന്നുന്നു. ഗാനമിപ്പോൾ വണ്ടി കയറി അങ്ങ് അയോധ്യയിലും എത്തിയിരിക്കുന്നു. സ്വർണം കട്ടവനാരപ്പ എന്ന് മലയാളത്തിലാണ് അന്ന് ചോദിച്ചതെങ്കിൽ അയോധ്യയിലെ ചോദ്യം ഹിന്ദിയിലാണെന്ന് മാത്രം. അയോധ്യ കി ചോർ കോൻ ഹേ എന്ന് തരത്തിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഹിന്ദി തർജ്ജമ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മലയാളത്തിലാണ് ചോദിച്ചെങ്കിൽ അവർ ഹിന്ദിയിൽ ചോദിക്കുന്നു എന്ന് മാത്രം. മലയാളത്തിൽ ചോദിച്ചപ്പോൾ അതിന് മറുപടി കിട്ടിയത് അതെന്താണെന്നും അതിൻ്റെ പിന്നിൽ ആരാണെന്നും ഒക്കെ ഇനി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. BJPയോടും സംഘപരിവാർ സംഘടനകളോടും ഈ ചോദ്യം ഉന്നയിക്കുന്നവരിൽ പ്രതിപക്ഷം മാത്രമല്ല, സ്വന്തം സംഘാംഗങ്ങളുമുണ്ട്. അതാണ് അതിലെ പ്രധാന കാര്യം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഭക്തരർപ്പിച്ച കാണിക്കപ്പണവും സ്വർണവും വെള്ളിയും ഏത് വഴിക്ക് പോയെന്നാണ് അവരുടെയൊക്കെ ചോദ്യം. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന പഴയ ചൊല്ലി എന്നെ ജീവൻ കൊടുത്ത് സകല സംഘപരിവാറിൻ്റെയും നടുവിലൂടെയാണ് സ്വർണം പല വഴിക്കിറങ്ങിയതെന്നാണ് അണിയറ സംസാരം. പണം മാത്രമല്ല, പണം നഷ്ടപ്പെട്ടെന്ന രഹസ്യവും ചോർന്ന അങ്കലാപ്പിലാണ് നേതാക്കളും സംഘാടകരും. വിഷയം അകമേ കത്തിപ്പിടിക്കുമ്പോൾ പുറമേ മൗനത്തിലാഴുന്ന സമീപനം സ്വീകരിച്ച്
തൽക്കാലം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പാളയത്തിൽ പടയെന്ന തിരിച്ചറിവാണ് സംഘാംഗങ്ങളെ ഭയങ്കരമായി ഞെട്ടിക്കുന്ന എന്ന കാര്യവും നാം ഓർക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രാമക്ഷേത്രം തുറന്നതെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറം ഭക്തിയാണ് വിശ്വാസ സമൂഹത്തെ അയോധ്യയിലെത്തിക്കുന്നത്. അവർ വിശ്വാസങ്ങളുടെ പ്രതീകങ്ങളായി ഉള്ളതെല്ലാം കാണിക്കയായി സമർപ്പിക്കുന്നു. പാവപ്പെട്ടവൻ്റെ നാണയത്തുട്ട് മുതൽ പണക്കാരൻ്റെ കോടികളുടെ പണക്കെട്ട് വരെ അതിലുണ്ട്. ഇത്തരം സംഭാവനകൾ കേവലം സ്വകാര്യ സ്വത്തല്ല, ഒരു ധാർമ്മിക സംഹിതയുടെ ഭാഗമെന്നാണ് വിശ്വാസികളുടെ പക്ഷം. അതുകൊണ്ടാണ് അയോധ്യയിൽ സംഭാവനക്കൊള്ള അരങ്ങേറുമ്പോൾ അത് പണാപഹരണത്തിനു അപ്പുറം വിശ്വാസ ചോർച്ചയുടെയും ധാർമ്മിക പ്രശ്നങ്ങളുടെയും ഒരു വിഷയമായി മാറുന്നത്. ഇക്കാരണങ്ങളാൽ രാമക്ഷേത്രത്തിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് മുറവിളി ഉയർത്തുന്നവരിൽ സമാജ്വാദി പാർട്ടി മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രമല്ല, BJPക്കാരും RSSകാരും VHPക്കാരുമുണ്ട്. ശ്രദ്ധിക്കണം. ആദ്യം ആരോപണം ഉന്നയിച്ചത് സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെയാണെങ്കിലും ക്രമക്കേടുകളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് BJP നേതാവ് ഡോക്ടർ രജനീഷ് സിംഗാണ്. ശ്രദ്ധിക്കണം. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാനുമായ നൃപേന്ദ്ര മിശ്ര രംഗത്ത് വന്നു. അവിടെയും കഥ തീരുന്നില്ല. ചമ്പത്രായുടെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിനത്തിന് ചുമതല വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെയാണ് ആരോപണ ചൂരൽ എല്ലാവരും ഓങ്ങുന്നത്. VHP വൈസ് പ്രസിഡന്റ് ചമ്പത് റായിയാണ് ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി. ചമ്പത് റായ് സ്വാത്വികനാണെന്ന് നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആളായ നൃപേന്ദ്ര മിശ്ര സാക്ഷ്യപത്രം നൽകുന്നുണ്ടെങ്കിലും ട്രസ്റ്റിന് വീഴ്ചയുണ്ടായെന്ന് ശക്തമായി ആരോപണങ്ങളുണ്ട് അന്തരീക്ഷത്തിൽ. അവിടെയും കഥ തീരുന്നില്ല. ചമ്പത് റായിയുടെ മുൻ ഡ്രൈവറും സഹായിയുമായ രാംശങ്കർ യാദവ് എന്ന ടിന്നുവിൻ്റെ അസാധാരണ സ്വത്ത് സമാഹരണത്തിന് മേരെ അന്വേഷണ കണ്ണുകൾ നീണ്ടിട്ടുണ്ട്. ഹ്രസ്വ സമയത്തിനുള്ളിൽ 50 കോടിയുടെ ആസ്തിയാണ് ടിന്നു അയോധ്യയിലുണ്ടാക്കിയത്. ടിന്നുവാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രമാണി. ക്ഷേത്രത്തിൻ്റെ കാണിക്കപ്പെട്ടികളുടെ താക്കോലുകൾ ടിന്നുവിൻ്റെ കൈവശം കണ്ടെത്തിയിട്ടുണ്ടത്രേ. എന്നാൽ താൻ വായ്പ എടുത്തും കഷ്ടപ്പെട്ടും ഓട്ടോറിക്ഷ ഓടിച്ചും പട്ടിണി കിടന്നും മരം വെട്ടിയുമൊക്കെ ആണ് ഈ 50 കോടി കുറച്ച് നാളുകൾ ഉണ്ടാക്കിയെന്ന ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. എത്രമാത്രം ബാലിശമാണ് ഈ വാദമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ചമ്പത് റായ് ഒരു അടുത്ത അനുയായി എന്ന് കരുതപ്പെടുന്ന ഫൂൽകാന്ത് മിശ്രയുടെ സ്വത്ത് സമ്പാദനവും മോശമല്ല. 2024 ശേഷം ജീവനക്കാരിൽ പലരുടെയും ആസ്തി പല മടങ്ങ് കോടികൾ ആയിട്ടാണ് SITയുടെ പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. ഇവരിൽ പലരും അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും വൻമീനുകൾ നീന്തൽ യഥേഷ്ടം തുടരുകയാണ് എന്ന കാര്യവും നാം ഓർക്കണം. സംഭാവന പണത്തിൽ കോടികളുടെ ക്രമക്കേടുകൾ നടന്നതിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ചോർന്ന സമയത്തെക്കുറിച്ച് ആണ് രാഷ്ട്രീയ സംശയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ BJPയുടെ സുരക്ഷിത സംസ്ഥാനമായ UPയിൽ ആ സംസ്ഥാനത്തെ ക്രമക്കേടുകൾ സ്വന്തം ക്യാമ്പിൽ നിന്നുയർന്നു വന്നതിൻ്റെ സെൽഫ് കോൾ രാഷ്ട്രീയം ചർച്ചയിലുണ്ട്. അതിൽ കാലങ്ങളായി നീറിക്കിടക്കുന്ന, ശ്രദ്ധിക്കണം, മോദി യോഗി വൈര്യം മണക്കുന്ന ദോഷൈക ദൃക്കുകളും കുറവല്ല. പുറമേ കെട്ടിപ്പിടിക്കുകയും ഉദ്യാനത്തിൽ ഉലാത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും അകമേ യോഗിയും മോദിജിയും ബദ്ധവൈരികളാണ്, ആയുധമുനകൾ രാകുന്നവരാണ് എന്ന് BJP രാഷ്ട്രീയം അല്പം ശ്രദ്ധിച്ചു വായിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇതിനൊപ്പം RSSൻ്റെ മുഖം തിരിക്കലും കൂടി ചേർന്നപ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ മോദി അവിടെ വറചട്ടിയായി മാറിയത്. UP സംസ്ഥാനം തന്നെ
മോദിക്ക് വറചട്ടിയായി മാറിയത്. അയോധ്യ അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP തോറ്റതോടെ മോദിക്ക് വൈരം ഏറിയത് മനുഷ്യസഹജം. ഒന്നാം മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയെ മോദി രാമക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷനാക്കിയത് വെറുതെയല്ല. അയോധ്യയിൽ മോദിയുടെ നേരിട്ടുള്ള പ്രതിനിധിയാണ് നൃപേന്ദ്ര മിശ്ര. പൊതുവെ അമിതാവേശം കാട്ടാത്ത നൃപേന്ദ്ര മിശ്ര, വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുന്ന നൃപേന്ദ്ര മിശ്ര, മൃദുഭാഷിയായ നൃപേന്ദ്ര മിശ്ര, ഉന്നതങ്ങളിലെ നിർദ്ദേശമോ സമ്മതവും ഇല്ലാതെ ക്രമക്കേടുകൾ സംബന്ധിച്ച പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമെന്ന് ഊഹിക്കുക പോലും പ്രയാസം. യോഗിക്ക് മുന്നിലെ തടയണയായി മാറുകയാണോ അയോധ്യ വെളിപ്പെടുത്തലുകൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി, ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നൊക്കെ നമുക്ക് പതുക്കെ ഇതിലേക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം. ഇനി ഒരു കാര്യം പറയാനുണ്ട്. കേരളത്തിൽ ഇതുപോലെ ശബരിമല കൊള്ളയൊക്കെ നടന്നു. ഇപ്പോൾ ശ്രീരാമക്ഷേത്രം UPയിലും ഇത് നടന്നിരിക്കുന്നു. ഇനി നമുക്കൊന്ന് ഗ്രീക്ക് മിത്തോളജിയിലേക്ക് പോകാം. ഗ്രീക്ക് പുരാണത്തിലേക്ക് പോയാൽ ഇതിനോട് സംബന്ധിച്ച കുറച്ച് രസകരമായ വിവരങ്ങൾ കൂടി നമുക്ക് കിട്ടും. ഗ്രീക്ക് പുരാണങ്ങളനുസരിച്ച് ഓരോ കാര്യത്തിനും ഓരോ ദേവതമാരുണ്ട്. യുദ്ധത്തിനൊരു ദേവത, പ്രണയത്തിനൊരു ദേവത, വൈരാഗ്യത്തിനൊരു ദേവത, സ്നേഹത്തിനൊരു ദേവത, ഇങ്ങനെ പലതുമുണ്ട്. അക്കൂട്ടത്തിൽ അമ്പലത്തിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയാൽ അവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ഒരു ദേവതയും അവരുടെ കൂട്ടത്തിലുണ്ട്. ആ ഗ്രീക്ക് ദേവത, അവർ സ്ത്രീയാണ്, ലേഡിയാണ്. അവരുടെ പേരാണ് നെമെസിസ്. ഈ നെമെസിസിനെ പറ്റി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇൻ ഗ്രീക്ക് മിത്തോളജി, സ്റ്റീലിംഗ് ഫ്രം എ ടെമ്പിൾ വാസ് an ultimate taboo, viewed as a direct insult to the gods. Gods took vengeance by imposing poetic, often agonizing punishments that warped the thief's own desires or inflicted generational curses, usually delivered through divine madness, physical transformation or nature's wrath. ഇതാണ് കഥ. അതായത് അവിടെ അമ്പലത്തിൻ്റെ മുതൽ കട്ടാൽ, അമ്പലത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്താൽ അതിൻ്റെ ദേവത ഇടപെടും. അവർക്ക് കടുത്ത ശിക്ഷകൾ, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ശിക്ഷകൾ, അവർക്ക് ഭ്രാന്താവാം, അവർക്ക് ചിത്തരോഗങ്ങളുണ്ടാക്കാം, മാറാവ്യാധികളുണ്ടാക്കാം. അങ്ങനെ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടെന്ന് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്നു. നമ്മുടെ കാര്യത്തിൽ ഇതിന് ഇംഗ്ലീഷിൽ റിട്രിബ്യൂഷൻ എന്ന് പറയുന്നു. പണിഷ്മെൻറ്റ് ഇൻഫ്ലിക്റ്റഡ് ഓൺ സംവൺ ആസ് വെഞ്ചിയൻസ് ഫോർ എ റോങ് ഓർ ക്രിമിനൽ ആക്ട്. ഈ റിട്രിബ്യൂഷന് അവിടെ ഒരു ദേവതയുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെ ഒരു ദേവതയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആളുകളുടെ തലകൾ ഉരുണ്ടേനെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഭക്തന്മാരായ നമുക്ക് ഇതിൽ വലിയ വിഷമമുണ്ട്. ആരുടെ കാലിനെയും കുത്തി നോവിപ്പിക്കുന്ന മുള്ള് എൻ്റെ ആത്മാവിൽ തുളച്ചു കയറും എന്ന് പറഞ്ഞത് ബാലാമണി അമ്മയാണ്. ആരുടെ കാലിനെയും കുത്തി നോവിപ്പിക്കുന്ന മുള്ള് എൻ്റെ ആത്മാവിൽ തുളച്ചു കയറും എന്ന് പറഞ്ഞത് ബാലാമണി അമ്മയാണ്. നമ്മളാരും കവികളല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും കവിത രൂപത്തിൽ പറയുന്നില്ല എന്ന് മാത്രം. ഈ അമ്പലങ്ങളിൽ നടക്കുന്ന, അത് ശ്രീരാമക്ഷേത്രത്തിലായാലും അയോധ്യയിലായാലും ശബരിമലയിലായാലും ഇവൻ നടക്കുന്ന കൊള്ളയിൽ നമുക്കൊക്കെ യഥാർത്ഥ ഭക്തന്മാരെന്ന നിലയിൽ നമുക്ക് വളരെ സന്ദേഹമുണ്ട്, വ്യസനമുണ്ട്, നമുക്കതിൽ ആകാംക്ഷയുമുണ്ട്. തക്കതായ ശിക്ഷ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.